ഹായ് ഗായ്സ്, ഇന്ന് ശ്രീകുട്ടീൻ്റെ ഹെൽത്തി ഡേ ആണ് കേട്ടോ. ഈവനിങ് ആണ് പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇന്നലെ രാത്രി മുതൽ അച്ഛന് ചെറിയ ജലദോഷം ഉണ്ട് കേട്ടോ. അപ്പോൾ അതെന്തായാലും ഒന്ന് കൊണ്ടേ കാണിക്കണം. ഞങ്ങൾക്ക് ഗുരുവായൂരൊക്കെ പോകാനുള്ളതാണല്ലോ, 2 ദിവസം അവിടെ ആയിരിക്കും. സോ അധികം ആവാൻ ചാൻസ് കൂടുതലാണ്. നോർമലി അവനെ കാണിക്കുന്ന സ്റ്റാർ കെയറിൽ തന്നെയാണ് കേട്ടോ ഇപ്പോഴും ഞങ്ങൾ പോകുന്നത്. നേരത്തെ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഏട്ടൻ ഇവിടെ കുറച്ച് ബിസി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ലേറ്റ് ആയിട്ടാണ് പോകാൻ പറ്റിയത്. പിന്നെ നല്ല മഴയായിരുന്നു, പാർക്കിങ്ങും ഉണ്ടായിരുന്നില്ല. എവിടെയോ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെ മഴ തോരാൻ വെയിറ്റ് ചെയ്യുക, കുടയൊന്നും എടുക്കാത്തതുകൊണ്ട്. അപ്പോഴാണ് ദൈവദൂതനെ പോലെ ഒരാൾ കാറും കൊണ്ട് വന്നത്. അങ്ങേരാണ് ഞങ്ങൾ ആശുപത്രീൻ്റെ ഫ്രണ്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അയാൾ വന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരുപാട് നേരം അവിടെ ഇനിയും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേനെ. ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് ഓൾറെഡി വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. ചെറിയ മഴയൊക്കെ ആയിരുന്നെങ്കിലും ഞങ്ങൾ ഇറങ്ങി പോവുമായിരുന്നു. അച്ഛനും അതൊന്നും വലിയ വിഷയം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് നല്ല മഴയായിരുന്നു. മാത്രമല്ല ജലദോഷമൊക്കെ ഉള്ളതാണല്ലോ, എനിക്കും ഏട്ടനും അച്ഛനും ഒക്കെ ഉണ്ട് കേട്ടോ പ്രശ്നങ്ങൾ. അപ്പം ഗുരുവായൂർ യാത്രയൊക്കെ കൊളാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ തന്നെ അത്രയും നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഒരുപാട് ലേറ്റ് ആയേ. ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഡാൻസിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നുകൊണ്ട് എല്ലാവരും ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, എവിടെ പോയി എന്ന്. അച്ഛൻ്റെ ഹൈറ്റും വെയിറ്റും നോക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അതിനാൾ വരും വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അതിന് ടൈം ഇല്ലാത്തതുകൊണ്ട് ഏട്ടൻ തന്നെ അവൻ്റെ വെയിറ്റും ഹൈറ്റും ഒക്കെ നോക്കിയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഭാഗ്യത്തിന് ഒരുപാട് ആൾക്കാരൊന്നും വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് തന്നെ ഞങ്ങൾക്ക് കയറാൻ പറ്റി. അവിടെ എത്തിയപ്പോൾ തന്നെ അച്ചു സ്ഥിരം കളിക്കുന്ന ആ ടോയിലേക്ക് തന്നെ കേട്ടോ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഡോക്ടർ അപ്പം തന്നെ അവനെടുത്ത് കളിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അധികം പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്ക് ചെക്കപ്പ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അതും നോക്കി അവൻ അവിടെ ഇരുന്നോളൂ. കുറച്ച് ദിവസമായിട്ട് അച്ചു നന്നായിട്ട് ചെവി ഇങ്ങനെ തിരുമുന്നുണ്ടായിരുന്നേ. അപ്പം ഞാൻ അതും ഒന്ന് ഡോക്ടറെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോക്ടർ അതാണ് കേട്ടോ ഇപ്പം ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ ജസ്റ്റ് ഒന്ന് അച്ഛനെ വിളിച്ചതേനി. അച്ചു ആണെങ്കിൽ ഡോക്ടർ മടി കയറി ഇരിക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ നല്ല ആളെ മുന്നിലേക്കാണ് കമ്പ്യൂട്ടറൊക്കെ വെച്ച് കൊടുത്തത്. അവന് ലാപ്ടോപ്പ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിലിങ്ങനെ നെക്കി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ഇതുവരെ അവൻ്റെ മുന്നിൽ കിട്ടിയിട്ടില്ല. അത് കിട്ടീന് അതും അവൻ കേടാക്കിയിരുന്നു. പിന്നെ ലാൻഡ് ഫോൺ കണ്ടാൽ തീർന്ന്. ഓനിവിടെ ലാൻഡ് ഫോണിൽ കളി ഭയങ്കര കൂടുതലായിട്ട് ലാൻഡ് ഫോൺ എടുത്ത് മുകളിൽ കയറ്റി വെച്ചതാണ്. ഓൻ്റെ അടുത്താണ് ലാൻഡ് ഫോണും കൊടുത്തത്. നല്ല വിളിയൊക്കെയാണ്, ആരെയാണെന്നൊന്നും അറിയില്ല. അബിയെന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക്. ഓന് ഇവിടുന്നും ഇങ്ങനെ തന്നെയാണ്, ഫോൺ കിട്ടിയാൽ ഹലോ അബി എന്നൊക്കെ പറഞ്ഞ് വിളിക്കാൻ തുടങ്ങും കേട്ടോ ആരൊക്കെയോ. എല്ലാം കഴിഞ്ഞ് പോവാനായപ്പോൾ ചെക്കനെയാണെങ്കിൽ വിളിച്ചിട്ട് വരുന്നുമില്ല. ഏട്ടൻ പിടിച്ച് വലിച്ച് കൂട്ടിക്കൊണ്ടുപോയതാണ്. അവസാനം ഡോക്ടറെ അടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞ് മാമാന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഡോക്ടറെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾക്ക് കുറച്ച് ഗോൾഡ് വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അച്ചുവിൻ്റെ കൈ ചെയിനും വളയും മാറ്റി കൊടുത്തിട്ട് അതൊറ്റ കൈ ചെയിൻ ആക്കണം. പിന്നെ അമ്മയ്ക്ക് ഒരു ചെയിനും കൂടെ വാങ്ങാനുണ്ട്. ചെയിന് വാങ്ങുന്ന കാര്യം ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സർപ്രൈസ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അമ്മേൻ്റെ റിയാക്ഷൻ എന്താണെന്നറിയാൻ ഞാൻ എക്സൈറ്റഡ് ആണ് കേട്ടോ. എന്തായാലും ഞങ്ങൾ ഗോൾഡ് വാങ്ങുന്നത് ഫെല്ലേന്നാണ്, കുന്നമംഗലം. ഞങ്ങൾ എപ്പോഴും അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങാറ്. ഗോൾഡൊക്കെ വാങ്ങി ബില്ലടയ്ക്കാൻ നേരത്ത് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. എൻ്റെ ബാങ്കിൻ്റെ ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നന്നായിട്ട് കുടുങ്ങിപ്പോയി. 15,000 സംതിങ് രൂപ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുന്നേ അമ്മയ്ക്ക് ചെയിന് കൊടുത്ത് സർപ്രൈസ് ആക്കണം എന്നൊക്കെ പ്ലാനിങ്ങിലുണ്ടായിരുന്നേ. പക്ഷേ ഒക്കെ ഫ്ലോപ്പായി എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫെല്ലയിൽ ഞങ്ങൾ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് അവർ ഞങ്ങളോട് നാളെ ക്യാഷ് കൊണ്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. ശരിക്കും ഈ വിശ്വാസം എന്ന് പറയുന്ന സംഭവത്തിന് പൈസേനേക്കാൾ ഒരുപാട് വാല്യൂ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ ഹെൽപ്പ് ചെയ്ത ഈ ഫെല്ലയിലുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് പോയത് ത്രെഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് ചാത്തമംഗലത്തുള്ളൊരു ബ്യൂട്ടി പാർലറാണ്. എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പോയാൽ മതി. ഏട്ടൻ എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് വേഗം പോവുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്രയും തിരക്കായിരുന്നു, കുറേ ലേറ്റും ആയിട്ടുണ്ടായിരുന്നേ. ഞാൻ അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ വീട്ടിലെത്തിയിട്ട് ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ ടൈം കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല കേട്ടോ. ഇങ്ങനെ വിഷമിച്ച് വരുന്ന സമയത്താണ് ദാ കുട്ടേട്ടൻ റെഡിയായി മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നത് കണ്ടത്. ഞാനാകെ ടെൻഷനായിട്ടോ. അതിപ്പോൾ എല്ലാവരും വന്ന് റെഡിയായി എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ പോയപ്പോൾ ആൾക്കാരൊന്നും വന്നില്ല, റെഡി ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു പരിപാടിയൊക്കെ. ഞാൻ വേഗം വീട്ടിലേക്ക്
പോയിട്ടോ. എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ആശുപത്രിയിൽ നിന്ന് വന്നാലേ അച്ചുവിനെ ഒന്ന് ഫ്രഷ് ആക്കണം, എനിക്കും ഫ്രഷ് ആവണം, പിന്നെ രാത്രിത്തേക്കുള്ള ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ അല്ലറച്ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അമ്മയ്ക്ക് ഞാൻ ചെയിന് കൊടുത്തു. അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി. പക്ഷേ അമ്മ ആദ്യം എൻ്റെ അടുത്ത് ചോദിച്ചത് ഇത് സ്വർണം തന്നെയാണോ എന്നായിരുന്നു കേട്ടോ. പിന്നെ അച്ചുവിന് ബ്രേസ്ലെറ്റ് ഇട്ട് കൊടുത്തപ്പോഴാണ് അവൻ ഭയങ്കര കരച്ചില്ല. അവൻ്റെ കയ്യിൽ എന്തോ കൊണ്ടിട്ട പോലെ കേട്ടോ. പേടിയായിരുന്നു അവന്. എന്നാലും ഞാൻ നൂലൊക്കെ ഇട്ട് കെട്ടി ഉറപ്പിച്ച്. ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ലേ. പിന്നെ ഞാൻ റെഡി ആയിട്ട് ഫംഗ്ഷന് വേണ്ടി പോയേ. ആദ്യം തന്നെ വീട്ടിലേക്ക് കയറി ചെല്ലാന്ന് വിചാരിച്ചു. ഞാൻ രാവിലെ കഴിച്ച ഭക്ഷണമാണ്, പിന്നെ ഒന്നും കഴിച്ചില്ല. ഇപ്പതാ ഇരുടായി തുടങ്ങി. എന്തേലും കഴിക്കണം, ചോറ് കഴിക്കാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് മുന്നിൽ തന്നെ ഒരാളെ കണ്ടിട്ടോ. ഇത് ഞങ്ങളെ വീടിന്റെ പ്ലാന് വരച്ച് തന്ന ഏട്ടനാണ്. അപ്പോൾ മൂപ്പരോടൊന്ന് സംസാരിച്ച് പിന്നെ അകത്തേക്ക് കയറിപ്പോയി. നേരെ അടുക്കളയിലേക്ക് കയറി ചെന്നു. അമ്മ ഉണ്ടായിരുന്നു അവിടെ. ചോറ് എടുത്ത് തന്നു. പിന്നെ ഉപ്പേരിയും അച്ചാറും മത്തൻ്റെ കറിയോ അങ്ങനെ എന്തോ ആയിരുന്നു. ഞാൻ പിന്നെ കറി അങ്ങനെ കൂട്ടാറില്ല, അതുകൊണ്ട് ഇത്തിരി കറി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അച്ചാറുണ്ടായിരുന്നേ ബീട്രൂട്ടിൻ്റെ, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ കൂട്ടിയിട്ടാണ് കഴിച്ചത്. പിന്നെ പുറത്തേക്ക് ഇറങ്ങി കാര്യങ്ങളൊക്കെ നോക്കി എന്തൊക്കെയാ പരിപാടി, എവിടെ വരെയായി എന്നൊക്കെ അന്വേഷിക്കുകയാണ്. ഏട്ടനും ഉണ്ടായിരുന്നു അവിടെ. ഏട്ടനും റെഡി ആയിട്ടുണ്ടായിരുന്നു. അച്ചുവിനെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാ ഉണ്ണിമോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ സമയം ആയപ്പോഴേക്ക്. അച്ചു ഭയങ്കര ഹാപ്പി ആയിരുന്നേ. ഓടി പാഞ്ഞ് നടക്കായിരുന്നു. പിന്നെ അവനെ എടുത്ത് നടക്കാനും അവൻ്റെ കൂടെ കളിക്കാനും ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഞാൻ അകത്തേക്ക് പോയി ഹൽദീൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ ശ്രീകുട്ടി റെഡി ആവുകയാണ് കേട്ടോ. അവളെ 2 ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരാണ് അവളെ റെഡിയാക്കിക്കൊണ്ട് നിൽക്കുന്നത്. അച്ചു ആണെങ്കിൽ ഒരു മൈസൂർ പാക്ക് തട്ടിപ്പറിച്ച് ഓടിട്ടോ. അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് ഇത്രയൊന്നും കൊടുക്കാറില്ല, ഒറ്റയ്ക്ക് കഴിക്കുകയാണ്. എന്താവുന്നൊന്നും അറിയില്ല. എനിക്ക് പേടിയാണ് ഇങ്ങനത്തെ ഒക്കെ കഴിക്കുമ്പോൾ തൊണ്ടയിൽ കുടുങ്ങുമെന്നൊക്കെ. കുറേ അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങാൻ നോക്കി, പക്ഷേ അവൻ ആരെടുത്തും കൊടുക്കുന്നില്ല കേട്ടോ. ഇന്ന് കുറേ വീഡിയോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നേ കണ്ണനാണ് കേട്ടോ. അവൻ വീഡിയോ എടുക്കാൻ മാത്രമേ വരുന്നുള്ളൂ, വീഡിയോയിൽ കയറാൻ അവനില്ല കേട്ടോ. വീഡിയോ കൊണ്ട് അവൻ്റെ മുന്നിലേക്ക് പോകുമ്പോഴത്തേക്ക് അവൻ ഓടി രക്ഷപ്പെടും, അല്ലേ മുഖം മറയ്ക്കുവാണ് ചെയ്യുന്നത്. മൈസൂർ പാക്കൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛന് വെള്ളം കൊടുക്കാൻ പോയതാണ്. അപ്പം ധ്രുവിയും വന്ന് അവനും വെള്ളം കൊടുത്തു. പിന്നെ രണ്ടാളും കൂടെ നല്ല കളിയായിരുന്നു. അവിടെ കുറേ ബലൂണൊക്കെ വീർപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പെറുക്കി പുറത്തേക്ക് എറിയാട്ടോ. ഇവരല്ല, എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ പെറുക്കി എറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെക്കനും പെണ്ണും വന്നിരുന്ന സമയത്ത് പിന്നെ ഞങ്ങൾ ആ എറിഞ്ഞ ബലൂണൊക്കെ പെറുക്കിയെടുത്ത് അവിടേക്ക് തന്നെ കൊണ്ടിടുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നേ. കുറേ ടൈം കഴിഞ്ഞിട്ടു ശ്രീകുട്ടീനെ പുറത്തേക്ക് കാണുന്നേ ഇല്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് അകത്തൊക്കെ കയറി നോക്കാം, അവളെന്ത് ചെയ്യാന്നൊക്കെ നോക്കാം, റെഡി ആയെന്നൊക്കെ അറിയണ്ടേ. അപ്പം ഞാൻ അകത്തേക്ക് കയറി. അകത്ത് ഇതാ എല്ലാവരും ഉണ്ടായിരുന്നു. കുറേ ആൾക്കാർ വലിയ പണിയിലാണ്, കുറേ ആൾക്കാർ കഥ പറയാണ്, അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ശ്രീകുട്ടീൻ്റെ അടുത്ത് പോയപ്പോൾ അതാ അവൾ ഇതുവരെ റെഡി ആയിട്ടില്ല, അവളെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ നീനു ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. നീനു നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. അവൾ ഇതുവരെ ചെയ്യാത്തൊരു ഹെയർ സ്റ്റൈലാട്ടോ ഇപ്പം ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് അവൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പുറത്തേക്ക് വന്നു. സൗണ്ട് സിസ്റ്റമൊക്കെ മാനേജ് ചെയ്യുന്ന ആളെടുത്ത് നിൽക്കുകയായിരുന്നു ഏട്ടൻ. അപ്പോൾ അത് ഏട്ടൻ്റെ കൂടെ പഠിച്ച ഏട്ടൻ്റെ ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞ് എനിക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ അച്ഛനെയും അച്ഛനെയും കണ്ട് ഞാൻ എല്ലാവരെ വഴിയെ പോയി നോക്കിയതാട്ടോ. അവരെന്താ അറിയോ ചെയ്യുന്നത്, അവിടെ അടുക്കളയിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഉള്ളിയൊക്കെ, അതൊക്കെ പെറുക്കി തിന്നായിരുന്നു കേട്ടോ. എന്നെ കണ്ടപ്പോൾ മിണ്ടാതെ നിൽക്കുകയാണ്. എന്നിട്ട് പാട്ടൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മക്കളൊക്കെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നേ. പിന്നെ അവരെ ഡാൻസിൻ്റെ പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വലിയ ആൾക്കാർ മാത്രം കേട്ടോ ഞങ്ങളെ ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കാത്ത. പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങളെല്ലാവരും ഓരോ പരിപാടിയിലായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ അത് അശ്വതീച്ചി വന്നിട്ടുണ്ടായിരുന്നു. അശ്വതീച്ചൊക്കെ റെഡി ആവാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നതാണ്. അച്ചുവിനെയും കൊണ്ട് ഈ നടക്കുന്ന ആളെ കണ്ടോ, ഇതാണ് കേട്ടോ കണ്ണൻ. ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ വീഡിയോഗ്രാഫർ. അച്ചു ഏട്ടനെ കണ്ടപ്പോൾ ഓടി വന്നതാട്ടോ. ഏട്ടൻ തിരക്കിലായിരുന്നു, അതുകൊണ്ട് വേഗം അച്ചുവിനെയും കൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു കണ്ണൻ്റെ അടുത്ത്. പിന്നെ ഇതാ മേമയും ഇളയച്ചനും. മേമ സുന്ദരിയായിട്ട് വന്നതാണ്. പിന്നെ ഇത് ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെയാണ്. ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ എല്ലാവരും പുറത്തേക്ക് വരികയാണ് കേട്ടോ. പിന്നെ അഭിഷേക്, അതായത് കല്യാണച്ചക്കൻ, അവനും അവൻ്റെ ഫ്രണ്ട്സും കുറച്ച് റിലേറ്റീവ്സും ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എത്താനായി എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളിതാ ഫംഗ്ഷൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ട് പോവുകയാണ്. പിന്നെ ശ്രീകുട്ടി പുറത്തെത്തിയിട്ടുണ്ടായിരുന്നു. അവളും ഞങ്ങളെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പകുതിന്ന്. ഞാൻ കുറച്ച് ബിസി ആയിരുന്നുകൊണ്ട് കണ്ണനാട്ടോ ഈ വീഡിയോസൊക്കെ എനിക്ക് എടുത്തു തന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ അവൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. ഇവർ വരുന്ന സമയത്ത്
സമയത്ത് വീഡിയോസൊക്കെ എടുക്കണമെന്ന്. പിന്നെ ആ കറക്റ്റ് സമയത്ത് തന്നെ മഴയും പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ കുടയൊക്കെ കുറേ അന്വേഷിച്ച് നടന്ന്, പക്ഷേ കുടയൊന്നും അവന് കിട്ടിയിട്ടില്ലേ. എന്നാലും അവൻ എങ്ങനെയൊക്കെയോ ഇവർ വരുന്ന വീഡിയോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക്. ഞങ്ങൾ ശ്രീകുട്ടീനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അഭിഷേക് വരാൻ വെയിറ്റ് ചെയ്യായിരുന്നു. അവനും കൂടെ വന്നതിൻ്റെ ശേഷമാണ് ഞങ്ങൾ അവർ രണ്ടുപേരെയും കൂടെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയത്. പിന്നെ അവരിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പാട്ടൊക്കെ വെച്ചിട്ട് ഞങ്ങൾ മുന്നിലിരുന്ന് ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ ഇവരെ മഞ്ഞൾ തേപ്പിക്കാൻ വന്നത് ശ്രീകുട്ടീൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയായിരുന്നേ. അത് കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരായിട്ട് തേക്കാൻ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ വരുന്നത് അഭിഷേകിൻ്റെ ഫാമിലിയാണ്. അവൻ്റെ ചേച്ചി, ഹസ്ബൻഡും മക്കളും ഒക്കെയാണ് കേട്ടോ. പിന്നെ നമ്മളെ കുട്ടികൾ ഇത് അവിടെ ഭയങ്കര ഡാൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ, പാട്ടിനനുസരിച്ച്. ഞങ്ങൾക്ക് ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ അഭിഷേകിൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു, ഞങ്ങളെ ഫാമിലി ഉണ്ടായിരുന്നു. ഇവരൊക്കെ വന്ന് മഞ്ഞൾ തേക്കുന്നതിൻ്റെ കൂടെ സ്വീറ്റ്സും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ശ്രീകുട്ടിയാണെങ്കിൽ ഭയങ്കര ഡയറ്റ് നോക്കുന്ന ആളാണ്. ഞാൻ എപ്പോഴും കളിയാക്കലുണ്ട് കേട്ടോ. എന്നിട്ട് ഇന്നിപ്പോൾ അവൾക്കൊന്നും പറയാൻ പറ്റില്ല, നന്നായിട്ട് അവൾ സ്വീറ്റ്സ് ഒക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ അതാ ഞാനും ഏട്ടനും അച്ഛനും കൂടെ വന്നതാണ് അവരെ മഞ്ഞളേൽപ്പിക്കാൻ. ഞാൻ കുറച്ചേ തേച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഏട്ടൻ അവരെ മുഖത്തൊക്കെ നന്നായിട്ട് വാരി തേച്ചിട്ടാണ് പോയത്. ഇതാ ആ തേച്ചതൊക്കെ അവർ തുടച്ച് മാറ്റുകയാണ് കേട്ടോ. പിന്നെ ഇതാ മക്കളൊക്കെ വന്നിട്ട് കൊടുത്ത്. മാമനാണ് കേട്ടോ, അത് ശ്രീകുട്ടീൻ്റെ മാമനാണ്. അച്ചു ശ്രീകുട്ടീൻ്റെ മാമനെയും മാമ എന്നാണ് വിളിക്കുക, മാമൻ്റെ മോനെയും മാമ എന്നാണ് കേട്ടോ വിളിക്കുക. ഇവരൊക്കെ ശ്രീകുട്ടീൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. പിന്നെ അശ്വതീച്ചി, അഞ്ചു എല്ലാവരും വന്നപ്പോൾ ഞാൻ അങ്ങനെ വിളിച്ച് പറയണ്ടേ, ചേച്ചി പണിയെടുക്കുന്നു, പക്ഷേ അവരൊന്നും ചെയ്തില്ലേ. പിന്നെ പ്രഭു വന്നപ്പോൾ ശ്രീകുട്ടിക്ക് പേടിയായ, കുട്ടേട്ടനും കൂടെ വന്നപ്പോൾ നോക്കണ്ട. ഇവരെ 3 പേരെ ആട്ടോ ഇവർക്ക് പേടി. എൻ്റെ കെട്ടിയോനി, പിന്നെ കുട്ടേട്ടനി, പ്രഭുനി, ഇവർ 3 പേരും കയറിയ ശ്രീകുട്ടിക്ക് ഭയങ്കര പേടിയായിരിക്കും കേട്ടോ. പണി കിട്ടും നോക്കാറിയേ. ഈ കാണുന്നതാണ് എൻ്റെ കെട്ടിയോൻ്റെ അച്ഛൻ മഞ്ഞ ഡ്രസ്സൊന്നും ഇടാതെ നിൽക്കായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞിടിപ്പിച്ചതാണ്. പിന്നെ അത് അതിൻ്റെ ഇടയിൽ പ്രഭു 2 ജിലേബിയും കൊണ്ട് മെല്ലെ മുങ്ങാനുള്ള പരിപാടി. ഇനി ഞാനതൊക്കെ കറക്റ്റായി വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാനല്ല, കണ്ണനാട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ശ്രീകുട്ടി അഭിഷേകും കൂടെ മഞ്ഞളൊക്കെ കഴുകി പോക്കുന്ന പരിപാടിയിലാണ് കേട്ടോ. അവിടെയും ഞാൻ അവരെ വെറുതെ വിട്ടില്ല. പിന്നെ ഞാൻ അച്ഛനെയും കൊണ്ടൊന്ന് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചേ. പോകുന്ന വഴിക്ക് ഇതാ ഒരാളെ കണ്ടിട്ടുണ്ട്. അച്ഛൻ എന്നെ അത്ഭുതമാവും കേട്ടോ. പിന്നെ ഓന് ചിരിയും വരുന്നുണ്ട് കേട്ടോ ഇയാളെ കണ്ടിട്ട്. കുറച്ചു നേരം വീട്ടിലിരുന്ന് തിരിച്ചു വന്നിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. ഒരുവിധം എല്ലാവരും അപ്പോഴേക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറും ചിക്കൻ കറിയും ആയിരുന്നേ. പിന്നെ ഇതാ ശ്രീകുട്ടിയും അഭിഷേകും കഴിക്കാൻ ഈ സമയത്താട്ടോ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്ക് ഞാൻ കഴിച്ച് കഴിയാറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കണ്ണൻ ആ വീഡിയോ എനിക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ അവിടെ ഇരുന്ന് കഴിക്കുകയായിരുന്നല്ലോ. ഞാൻ കഴിച്ച് കഴിയാൻ നേരത്താണ് ഒരു സംഭവം കണ്ടത്. അപ്പം ഞാൻ വേഗം ഓടിപ്പോയിട്ട് കൈ കഴുകി വന്ന് ഇവിടെ നിന്ന് ഭയങ്കരമായിട്ട് അവരെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഭിഷേകിന് സ്പെഷ്യൽ കറിയായിരുന്നു കേട്ടോ. നോക്കിയ കോളിഫ്ലവറിൻ്റെ കറിയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ അങ്ങേര് വെജിറ്റേറിയൻ ആണ്, ചിക്കൻ ഒന്നും കൂട്ടൂല. അതുകൊണ്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ കറിയാണ്. എന്തായാലും ഞാൻ ഇവരെ രണ്ടാളെയും നന്നായിട്ട് അവിടുന്ന് കളിയാക്കിയിട്ടുണ്ടായിരുന്നേ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഡാൻസ് പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് കളിച്ചേ. പിന്നെ ഞങ്ങളെല്ലാവരും ഉള്ള സമയത്ത് മാത്രമാണല്ലോ ഞങ്ങൾക്ക് പ്രാക്ടീസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുള്ളൂ. ഞങ്ങൾക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും അങ്ങനെയുള്ളൂ കേട്ടോ. അതുകൊണ്ട് അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെക്കാളും ബെറ്റർ ആയിട്ട് മക്കളാട്ടോ കളിച്ചിട്ടുണ്ടായിരുന്നേ. ഇവർ ഡാൻസ് കളിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞുമക്കളൊക്കെ ഓടി നടക്കുന്നുണ്ടായിരുന്നേ. എന്തോ ഭാഗ്യത്തിന് അച്ചു അവിടെ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അച്ചു ഉണ്ടാവുമായിരുന്നു ഇതിൻ്റെ കൂടെ ഓടി നടക്കാനേ. ഇവർ കളിക്കുമ്പോൾ എങ്ങാനും ചവിട്ടി പോവാൻ എന്താ ചെയ്താൽ നല്ല പ്രശ്നമാവുമല്ലോ, വേദനയാവും മക്കൾക്ക്. അച്ചു ആരെയോ കയ്യിലായിരുന്നു. അവൻ ഈ ഒച്ചയൊക്കെ കേട്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു കേട്ടോ. എന്തായാലും ഇതിൻ്റെ ഇടയ്ക്ക് അച്ചുവിനെ സ്റ്റേജിന്മേലൊന്ന് കൊണ്ടുവെക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൻ സ്റ്റേജിലേക്ക് കയറിയില്ല കേട്ടോ. സൗണ്ടിൻ്റെ പ്രശ്നം കൊണ്ടാണെന്നാണ് തോന്നുന്നത്. ശരിക്കും ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കളിച്ചിട്ടുണ്ടായിരുന്നേ. വലിയ ആൾക്കാരെ ഒരു ഡാൻസും പിന്നെ ചെറിയ ആൾക്കാരെ ഒരു ഡാൻസും ആയിരുന്നേ, ഗ്രൂപ്പായിട്ടുള്ള. അതല്ലാതെ തന്നെ ഒരുപാട് മക്കളും വലിയവരും ഒക്കെ ഇതിൻ്റെ കൂടെ ഇന്നത്തെ ദിവസം ഡാൻസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് മുത്തുവിൻ്റെ അനിയത്തീൻ്റെ മോളാണ് കേട്ടോ. ഇവള് നന്നായിട്ട് ഡാൻസ് കളിച്ചു. ചെറിയ മോളാണ് കേട്ടോ, എന്നാലും അവൾ പറ്റുന്ന പോലെ നന്നായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. ആ മോളെ ഡാൻസ് കഴിഞ്ഞിട്ടാട്ടോ ഞങ്ങളെ ഡാൻസ് ഉണ്ടായിരുന്നേ. എല്ലാവരും ഒരുപാട് പ്രതീക്ഷ കൊടുത്ത ഡാൻസ് ആയിരുന്നു കേട്ടോ ഞങ്ങളെ. ബിക്കോസ് ഞങ്ങൾ അവിടുന്ന് ഇടയ്ക്കെങ്കിലും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് അവരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ ഞങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഡാൻസ് കളിക്കാൻ പുതിയതായിട്ട് ജോയിൻ ചെയ്തവർ വരെ ഉണ്ടായിരുന്നു കേട്ടോ ഈ കൂട്ടത്തിൽ. പിന്നെ ഡാൻസ് കളിക്കാൻ വന്ന് പ്രാക്ടീസ് ചെയ്തവർ കുറച്ച് പേര് മാറി നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ കോളായി നിൽക്കുകയായിരുന്നു കേട്ടോ. എന്നാലും ഞങ്ങൾ പറ്റുന്ന പോലെ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു ഡാൻസ് നമ്മൾ പ്ലാൻ ചെയ്തത്
അഭിഷേകിനെ അറിയിക്കാതെയാണ് കേട്ടോ. അവന് ഒരു സർപ്രൈസ് ആയിട്ട് ശ്രീകുട്ടി പ്ലാൻ ചെയ്തതാണ് കേട്ടോ ഈ ഡാൻസ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് മ്യൂസിക് വന്നപ്പോൾ അശ്വതീച്ചിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിക്കുകയായിരുന്നു കേട്ടോ. വിറ്റായിരുന്നേ അത്. പിന്നെ ഞാനും അശ്വതീച്ചി അർച്ചനയും കൂടെ ബാക്കിൽ നിന്ന് അടുത്ത സ്റ്റെപ്പ് ഡിസ്കസ് ചെയ്തിട്ടൊക്കെയാണ് കളിച്ചത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. സ്റ്റേജിന്മേലും ഞങ്ങൾക്ക് ഡാൻസ് കളിക്കുന്നതിൻ്റെ കൂടെ നല്ല ഫണ്ണായിരുന്നു കേട്ടോ. പിന്നെ കളിക്കുന്നതിൻ്റെ ഇടയിൽ ശ്രീകുട്ടീനെ ഷോൾ ഇങ്ങനെ അഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നേ. അവൾ കുറേ ഒതുക്കി വെക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അത് അഴിഞ്ഞ് നിലത്ത് കുത്തിയേ. അത് കണ്ടപ്പോൾ പിന്നെ എൻ്റെ മൈൻഡൊക്കെ ഡിസ്റ്റർബായി. എങ്ങാനും അവളോ അല്ലെങ്കിൽ ആരെങ്കിലും ചവിട്ടി വീണിട്ടുണ്ടെങ്കിൽ തീർന്നില്ലേ, പണിയായല്ലോ. അപ്പം ഞാൻ കളിക്കുന്നതൊക്കെ അവിടെ നിർത്തിയിട്ട് അവളെ ഷോൾ എടുത്ത് അപ്പുറത്തേക്ക് ഇട്ടിട്ടോ. ശരിക്കും ഡാൻസിൻ്റെ പ്രാക്ടീസൊക്കെ ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ ഞാനും ശ്രീകുട്ടിയായിരുന്നേ. ഞങ്ങൾ സ്റ്റെപ്പൊക്കെ ഓൾമോസ്റ്റ് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ശേഷം എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്ന കാരണം ഞാൻ മാറി നിന്നതായിരുന്നു കേട്ടോ. പിന്നെ കല്യാണത്തോടനുബന്ധിച്ച് ഇവർ പ്രാക്ടീസൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കിങ്ങനെ കൊതിയാവും കേട്ടോ കളിക്കാൻ. അങ്ങനെ ഞാൻ പിന്നെയും കയറി നിന്നാണ്. ശരിക്കും എനിക്ക് കുറേ പ്രാക്ടീസൊക്കെ മുടങ്ങി പോയിട്ടുണ്ട് കേട്ടോ. കുറേ സ്റ്റെപ്പൊക്കെ മറന്നും പോയിട്ടുണ്ടായിരുന്നേ. അന്ന് പ്രാക്ടീസ് ചെയ്തത് ഓർത്ത് കളിക്കുകയായിരുന്നു കേട്ടോ ഞാൻ ഇന്ന്. പിന്നെ ഈ 3 പിള്ളേർ കളിക്കുന്നേ കണ്ടോ, ഇവർ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞ എല്ലാവരെക്കാളും നന്നായിട്ട് ഇവരായിരുന്നേ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ ഡാൻസ് കളിക്കുന്നതിൻ്റെ ഇടയിൽ പോയിട്ട് ധ്രുവി നല്ല ഡാൻസ് ആയിരുന്നു കേട്ടോ. അനഘയാണെങ്കിൽ ചെക്കൻ്റെ വഴിയെ ഓടിയിരുന്നു കേട്ടോ. എങ്ങാനും തട്ടിപ്പോയിട്ടേ വീണ് പോലോ. പക്ഷേ എന്താ വെച്ചാൽ ചെറിയൊരു പാട്ട് വരുമ്പം തന്നെ ഡാൻസ് കളിക്കുന്ന ആളാണ് ധ്രുവി. അപ്പോൾ ഇത്രയും നല്ല പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും അവൻ ഡാൻസ് കളിക്കുമല്ലോ. ഇനി പിടിച്ചു വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ അച്ചുവിനെ നന്നായിട്ട് മിസ് ചെയ്യേണ്ടിയിരുന്നു കേട്ടോ. അച്ചു ആ ഭാഗത്ത് എവിടെയൊക്കെ ഇറങ്ങി നടക്കിയിരുന്നു, എൻ്റെ അടുത്തില്ലായിരുന്നു. സ്റ്റേജിൻ്റെ അടുത്തേക്കേ വരുന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ വന്നു, പക്ഷേ അവൻ സ്റ്റേജിലേക്ക് ഇറങ്ങുന്നേയില്ല, എൻ്റെ ഒക്കെ തന്നെ ഇരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഈ ഒച്ചയും ബഹളമൊക്കെ കണ്ടിട്ട് അവന് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ട് എന്നാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ചെക്കൻ അങ്ങോട്ട് ഓണായിട്ടോ. ഓട്ടപ്പാച്ചിൽ തന്നെയായിരുന്നേ. പിന്നെ ഞാൻ കുറേ പിടിച്ചു വെക്കാൻ നോക്കി, പക്ഷേ ചെക്കൻ നിൽക്കുന്നില്ല കേട്ടോ. കുടുങ്ങിയല്ലോ. ഞാൻ വിചാരിക്കുക ദൈവമേ ഇറക്കി വിടണ്ടില്ലായിരുന്നു എന്ന്. എങ്ങനെയൊക്കെയോ പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് അതാ ചെക്കൻ അവിടെ വീഴും ചെയ്തേ. മണ്ണ് കൂടി കിടക്കുന്നതിൻ്റെ അകത്തേക്കാട്ടോ അവൻ വീണിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറ്റിയിട്ടൊന്നുമില്ല, പക്ഷേ ഡ്രസ്സിലൊക്കെ നന്നായിട്ട് മണ്ണായിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇത്രയും നേരം ഉണ്ടായിരുന്നേ പെണ്ണിൻ്റെ വീട്ടുകാരെ പെർഫോമൻസ് ആയിരുന്നു. ചെക്കൻ്റെ വീട്ടുകാരും അത്ര മോശമല്ലാന്ന് തെളിയിച്ചുകൊണ്ട് അടുത്തത് ചെക്കൻ്റെ ഭാഗത്തു നിന്നുള്ള കുട്ടികളായിരുന്നു കേട്ടോ വന്ന് കളിച്ചിട്ടുണ്ടായിരുന്നേ. ചെക്കൻ്റെ ഭാഗത്താണേലും പെണ്ണിൻ്റെ ഭാഗത്താണേലും ഒക്കെ എല്ലാവരും അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് ഈ പ്രോഗ്രാംസ് ഒക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇവിടെ വന്നവരൊക്കെ പരിപാടി മൊത്തം കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ലേറ്റ് ആയിട്ടാട്ടോ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ഡാൻസ് പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം അച്ചു ഭയങ്കര അലമ്പായിരുന്നു. അവനാണെങ്കിൽ ഉച്ചയ്ക്ക് തീരെ ഉറങ്ങിയിട്ടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നല്ല ഉറക്കക്ഷീണമൊക്കെ ഉണ്ടായിരുന്നേ. ഞാനപ്പോൾ അവനെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഉറക്കാമെന്ന് വിചാരിച്ചു. ഈ ഫോട്ടോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവനെ കൊണ്ടുപോയിട്ട് ഉറക്കിട്ടോ. ഞാനും നൈസായിട്ട് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നല്ലോ. അച്ചു ഉറങ്ങിയതിന് ശേഷം എന്തെങ്കിലുമൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യണം, ഷോർട്സ് സെറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒന്നും നടന്നില്ല. അവനെ ഉറക്കിയതിന് ശേഷം ഞാനും ടയേർഡായി ഉറങ്ങി പോവുകയാണ് ചെയ്തത്. ഞങ്ങൾ പോയി ഉറങ്ങിയതിന് ശേഷം ഇവിടെ വലിയ പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാവരും ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അച്ഛനൊക്കെ നല്ല ഡാൻസ് ആയിരുന്നു എന്ന്. പക്ഷേ എനിക്കൊക്കെ മിസ്സായി. ഒരു വീഡിയോ പോലും എനിക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹൽദി ഡേ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.